പല വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അത് പൊതുവെ ഒരു വലിയ കുടുംബങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, പല സ്വലച്ചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് പറഞ്ഞു തീർക്കൽ പഴയ കാലം മുതലുള്ളൊരു ഇവിടെ തുടങ്ങിയതല്ല. മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ശംസുലുമാനുള്ള കാലം മുതൽ, പണ്ഡിതസ്താറുടെ കാലം മുതലൊക്കെ ഈ സംഭവം ഒന്നിച്ചു കൂടൽ, ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട്. അങ്ങനെ ഒന്നിച്ചു കൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കി പോവുക, അത് അണികളിലെ ഒരു ഈ സംഘടന സംബന്ധിച്ചുള്ളൊരു വിശ്വാസവും ഈ കെട്ടുറപ്പൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. ലോഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന, അവിടെ ഞങ്ങൾ 4-5 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെ കുറെ ആള് 2 വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല. അത് എങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ്. അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ ഇതിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളെയും കുഞ്ഞാട്ടി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ, സമസ്തനെ പ്രതിനിധിച്ചുകൊണ്ട് ഇന്ത്യ അമൃത്സാഹിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു. അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക്, ചില ആളുകൾക്ക് വരാനെന്തോ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് നീട്ടിവെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് അത് നടത്തുകയും ചെയ്യും. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുസ്ലിം ലീഗൊക്കെ പഴയ കാലത്തുള്ളതുപോലെ ഒറ്റക്കെട്ടായിട്ട് യാതൊരു നിലക്കുള്ള ഭിന്നിപ്പില്ലാതെ ഒന്നിച്ചു പോവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അത് ഈ മഹാന്മാരാവുന്ന നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടിട്ട് ഞാൻ പറയാണ്, അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ചരിത്രം അങ്ങനെയുള്ളത്. അതൊക്കെ അതേപോലെ തന്നെ നടക്കും, അതേപോലെ തന്നെ മുന്നോട്ട് പോകും. അല്ല, അതിന്റെ കാരണം പറഞ്ഞല്ലോ, വരാൻ അസൗകര്യം അറിയിച്ചു. അത് സ്വാഭാവികമല്ലേ. അസൗകര്യം അറിയിച്ചത് കൊണ്ടിട്ട് അവർ വന്നിട്ട് മറ്റൊരു വേറെ കുറെ ആളുകൾ വന്നു. അപ്പം അവരുടെ പരാതികളൊക്കെ ഞങ്ങൾ കേട്ടു. ഇനി മറ്റൊരു പരാതിയും കേട്ടിട്ട് 2 കൂട്ടർ കൂടി യോജിപ്പിച്ചുകൊണ്ടിട്ട്, പിന്നെ യോജിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. പരാതികൾ പരസ്പരം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരിക്കും. അപ്പം അതിനൊക്കെ തിരുത്തി അത് നല്ല രമ്യതയോട് കൂടി മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരോടും ഉപദേശിക്കും, ആഹ്വാനം ചെയ്യും. അതനുസരിച്ച് നടപ്പതിവുള്ള അല്ല, അത് അങ്ങനെ പറഞ്ഞതല്ലത്. ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ഒരു പൊതു സ്വഭാവം പറഞ്ഞാണ് ഇവരെ പറ്റിയല്ല, പൊതു ഒരു സ്വഭാവം.